10ാം തരം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ആനന്ദാശ്രുക്കൾ. പ്രശസ്ത എഴുത്തുകാരി സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ആനന്ദാശ്രുക്കൾ. മനുഷ്യജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും കരയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ജീവിതാവസ്ഥകളെ പൂർണ്ണമായും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെ മഹത്തായ ഭാവങ്ങളാണ് ഇതൊക്കെ. അത്തരമൊരു ജീവിതാവസ്ഥയെ അവതരിപ്പിക്കുന്ന നോവൽ ഭാഗം വായനക്കാരൻ്റെ ഉള്ളിലും സ്നേഹത്തിൻ്റെ നീർത്തുള്ളികൾ വീഴ്ത്താതിരിക്കില്ല. പാഠത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അമർത്തിച്ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും. കാണേണ്ടത് കാണുമ്പോഴാണ് കണ്ണ് കണ്ണാകുന്നത്. പുറം കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നതല്ല കാഴ്ച. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നത് ഇപ്രകാരമാണ്: കാണേണ്ടത് കാണുമ്പോഴേ കണ്ണ് കണ്ണാകൂ, കേൾക്കേണ്ടത് കേൾക്കുമ്പോഴേ കാത് കാതാകൂ. കേവലമായി പുറംകണ്ണുകൊണ്ട് നാം കാണുന്നുണ്ടെങ്കിലും നാം കാണുന്നതിനപ്പുറം ചിലതൊക്കെ അകക്കണ്ണുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയായിരിക്കും സ്നേഹത്തിൻ്റെ വെളിച്ചവും തെളിച്ചവും. പുറംകണ്ണ് തുറപ്പിപ്പു പുലർവേളയിൽ അംശുമാൻ സൂര്യൻ. അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണമെന്ന കവിവാക്യം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. കണ്ണു വേണമിരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തി ജ്വലിക്കും, ഉൾക്കണ്ണു വേണമണയാത്ത കണ്ണ്. കടമ്മനിട്ട ഇങ്ങനെയാണ് തൻ്റെ കവിതയിലൂടെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. നമുക്കിനി ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം: കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാകുന്നത് വ്യക്തമാക്കുക. തൻ്റെ മാതാപിതാക്കളെപ്പറ്റി ശരിയായ ഒരറിവും ഇല്ലാത്ത കുട്ടിയാണ് നോവൽ ഭാഗത്ത് പരാമർശിക്കുന്ന ജോസ്. അവന് 5 വയസ്സുള്ളപ്പോഴാണ് അതേ പ്രായത്തിലുള്ള മറ്റ് 3-4 കുട്ടികളോടൊപ്പം ആൺകുട്ടികൾക്കായുള്ള ഓർഫനേജിലേക്ക് മാറ്റിയത്. കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ കുട്ടികൾ അത് പറയുമ്പോഴാണ് തൻ്റെ വലിയ വിടവിനെക്കുറിച്ച് അവൻ ഓർത്തുപോകുന്നത്. വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ അനാഥാലയത്തിൻ്റെ നീണ്ട നടശാലയുടെ പടിയിൽ അവൻ വിഷമിച്ചിരിക്കാറുണ്ട്. ഈ സമയത്ത് സ്നേഹത്തിൻ്റെ വെളിച്ചവുമായി ഫാദർ ഫ്രാൻസിസ് അവൻ്റെ അരികിലെത്തും. അദ്ദേഹത്തിൻ്റെ അവനോടുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകളാണിത്. മറ്റുള്ളവരുടെ വേദനകൾ അറിയുമ്പോഴാണല്ലോ നാം ദൈവത്തോട് അടുക്കുന്നത്. ജോസിനെ അടുത്തറിയുന്ന ഫാദർ അവൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നു. അവൻ്റെ ഉപരിപഠനത്തിന് സഹായിക്കുന്നു. നീ ഭയപ്പെടേണ്ടതില്ല, നിന്നോടൊപ്പം ഞാൻ കൂടെയുണ്ടെന്ന യേശുവചനം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതൽ കാണിക്കുന്ന ഉദാത്തവും ഉജ്ജ്വലവുമായ മനസ്സിനു ഉടമയാണ് ഫാദർ ഫ്രാൻസിസിലൂടെ നോവലിസ്റ്റ് തുറന്നു കാണിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. പരീക്ഷാഫലം അറിയാൻ കാത്തുനിന്ന ജോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാവാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. സാറാ ജോസഫിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവൽ ഭാഗമായ ആനന്ദാശ്രുക്കളിൽ വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ജോസ്. മാതാപിതാക്കൾ ആരെന്നറിയാത്ത ജോസ് അനാഥാലയത്തിൻ്റെ പടികളിൽ പലപ്പോഴും വേദനിച്ചിരിക്കാറുണ്ട്. കൂട്ടുകാരെല്ലാം അവരുടെ കുടുംബത്തിൽ അവർക്ക് ലഭിക്കുന്ന സ്നേഹ പരിചരണങ്ങൾ വിവരിക്കുമ്പോൾ അവൻ്റെ സങ്കടത്തിന് കനം കൂടും. ഈ അവസരത്തിൽ തന്നെ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഫാദർ ഫ്രാൻസിസാണ് അവന് ആശ്വാസം. ഫാദർ അവൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ നന്നായി ശ്രദ്ധിച്ചു. നന്നായി പഠിക്കുന്ന അവൻ്റെ നേരെ ഒരിക്കൽ ഫാദർ ലോഹയുടെ കീശയിൽ നിന്ന് പത്രമെടുത്തു നീട്ടിപ്പിടിച്ചു. ഈ അവസരത്തിൽ തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. പരീക്ഷാഫലം കാത്തിരിക്കുന്ന ജോസിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഈ അവസരത്തിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു: താനൊരു പക്ഷേ ഇത്തരത്തിൽ പഠിച്ചു മിടുക്കനായിരുന്നില്ലെങ്കിൽ സുഹൃത്തും ഫാദറും സങ്കടപ്പെടുമായിരുന്നു. അത്രമാത്രം തന്നെ സ്നേഹിക്കുന്ന സുഹൃത്തിനും ഫാദറിനും അതൊരിക്കലും ഉൾക്കൊള്ളാൻ ആവുമായിരുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുകയും അതിൻ്റെ വില അറിയുകയും ചെയ്യുന്ന ജോസിൻ്റെ മനസ്സിലൂടെ ഇത്തരം ചിന്തകൾ കടന്നുപോയിരിക്കാം എന്നുള്ളതിൽ സംശയമില്ല. മൂന്നാമത്തെ ചോദ്യം: രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആനന്ദാശ്രുക്കൾ. ഫാദർ ഫ്രാൻസിസ്, ജോസ് എന്നിവർ അവരുടെ കടമകൾ നിറവേറ്റിയതിൻ്റെ ഫലമാണല്ലോ ആനന്ദാശ്രുക്കൾ.
പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. മാന്യസദസ്സിന് നമസ്കാരം. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉത്തമ അംശങ്ങളുടെ ആവിഷ്കാരമാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നിങ്ങൾക്കും അറിവുള്ളതാണല്ലോ. ജീവിത പുരോഗതിക്ക് വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എത്രത്തോളം എന്ന് തിരിച്ചറിയാൻ ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. വിദ്യാഭ്യാസം ഏതൊരാളുടെയും സ്വഭാവ രൂപീകരണത്തിനും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്കും സഹായകരമാവും എന്നാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇത് നാം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഊന്നൽ നൽകുന്നതായിരിക്കണം വിദ്യാഭ്യാസം. ചിന്തയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയും. വികാരങ്ങൾ, അഭിരുചികൾ, വിചാരങ്ങൾ, ലക്ഷ്യങ്ങൾ, താൽപ്പര്യങ്ങൾ എന്നിവ നല്ല രീതിയിൽ വളർത്തുവാനും അവയെ തനിക്കും നാടിനും വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനും പ്രേരിപ്പിക്കുന്ന ഘടകമാണല്ലോ ശരിയായ തരം വ്യക്തിത്വം. വിദ്യാഭ്യാസം ഇതിലേക്കുള്ള ചാലക ശക്തിയാണ്. വിദ്യാഭ്യാസത്തിൽ സ്വഭാവ രൂപീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തനിക്കും സമൂഹത്തിനും അഭിലഷണീയമായ വർത്തന വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയും. വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വികാസമാണ് വിദ്യാഭ്യാസം. അറിവ് നേടുക മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം എങ്ങനെ ജീവിത പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥിയും വിദ്യാഭ്യാസ കാലയളവിൽ ചിന്തിക്കേണ്ടത്. പരസ്പരം അറിയാനും കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്താനും തിരിച്ചറിയുന്ന മനസ്സാണ് നമുക്ക് ആവശ്യം. അത്തരം മനസ്സ് രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ. വിദ്യാഭ്യാസം എന്നത് കേവലമായ അറിവ് മാത്രമല്ല, അത് വ്യക്തിയെയും സമൂഹത്തെയും ഒന്നായി കാണുന്ന മഹത്തായ ദർശനമാണ്. ഇതുതന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, സ്നേഹാശംസകൾ. നാലാമത്തെ ചോദ്യം. മ്ലാനത മൂടിക്കെട്ടിയ മുഖം, സന്തോഷം പതഞ്ഞു പൊങ്ങി. ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് എത്രത്തോളം മിഴിവ് നൽകുന്നു? സമാന പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനം ചെയ്യുക. വെറുതെ പറഞ്ഞു പോകുന്നതല്ല സാഹിത്യം. സർഗാത്മകതയിൽ സവിശേഷ പ്രയോഗങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് സാഹിത്യം സാഹിത്യമാകുന്നത്. ഇത്തരത്തിലുള്ള പ്രയോഗമാണ് ഈ പാഠഭാഗത്തെ സവിശേഷമാക്കുന്നത്. മ്ലാനത മൂടിക്കെട്ടിയ മുഖം എന്ന പ്രയോഗത്തിലൂടെ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്തെ കഥാപാത്രമായ ജോസിൻ്റെ നിസ്സഹായാവസ്ഥ വായനക്കാരന് തിരിച്ചറിയാനാകും. സന്തോഷം പതഞ്ഞു പൊങ്ങി എന്ന പ്രയോഗത്തിലൂടെ ജോസ് അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ കൃത്യമായി എഴുത്തുകാരി സൂചിപ്പിക്കുന്നു. തൻ്റെ റിസൾട്ട് വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് വായനക്കാരന് ഇത്തരം വാക്യങ്ങളിലൂടെ ബോധ്യമാകും. പാഠഭാഗത്ത് ഇത്തരം ധാരാളം പ്രയോഗങ്ങൾ കാണാൻ കഴിയും. നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടിയ ദിനചര്യ എന്നിടത്ത് ഓരോ ദിവസവും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ വ്യക്തമാകും. ഒഴുക്ക് വെള്ളത്തിലെ ഒതളങ്ങ പോലെ താൻ ഈ ഭൂമുഖത്ത് വന്നുപെട്ടു എന്ന് പറയുന്നിടത്ത് അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ മറ്റൊന്നും തന്നെ അറിയാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വ്യക്തമാണ്. മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകൾ എന്നിടത്തെല്ലാം ഇത്തരത്തിലുള്ള പ്രയോഗഭംഗി കണ്ടെത്താൻ കഴിയും. മറ്റൊരു ചോദ്യം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യമാണ്. ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജീവിത പാഠം നോവൽ ഭാഗത്ത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നത് വിശദമാക്കുക. മനുഷ്യ ജീവിതാവസ്ഥയെ നന്നായി പഠിച്ചിട്ടുള്ള കർമ്മയോഗിയാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ വാക്കുകൾ ജീവിതത്തിൻ്റെ വെളിച്ചവും വെളിപ്പെടുത്തലുമാണ്. ഏതൊരാളും ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ നാം മറക്കാൻ പാടില്ല. നല്ലതല്ലാത്തതാകട്ടെ നാം മറക്കാൻ ശ്രമിക്കണം. അതാണ് ഉത്തമമായിട്ടുള്ളത്. ഇത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇവിടെ നോവൽ ഭാഗത്ത് അത്തരം ഒരു ആശയം വായനക്കാരന് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ജീവിതാവസ്ഥയെ തിരിച്ചറിയുന്ന ജോസ് നല്ലതല്ലാത്തതെല്ലാം മറക്കുകയും തനിക്ക് വെളിച്ചമായി മാറുന്ന ഫാദറിൻ്റെ പ്രവൃത്തിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിലുടനീളം തനിക്ക് പ്രചോദനമാകുന്ന ഫാദർ തനിക്കൊരു ഊർജമാണെന്ന് ജോസ് തിരിച്ചറിയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ ജോസിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. മറ്റൊരു ചോദ്യം. പ്രതിസന്ധികളെ അതിജീവിച്ച് ജോസ് നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമേകുന്നതാണല്ലോ. ഈ സംഭവം അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആശയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ലഭിച്ചിട്ടുള്ള ആശയത്തെ പത്രവാർത്തയുടെ രൂപത്തിൽ മാറ്റി എഴുതാൻ ആവശ്യമായ ഘടന മനസ്സിലാക്കുക. പത്രവാർത്തയ്ക്ക് അനുയോജ്യമായ ഭാഷാ ശൈലി രൂപപ്പെടുത്തുക.
വാർത്ത തയ്യാറാക്കുമ്പോൾ അതിനു മുൻപായി സ്ഥലത്തിൻ്റെ പേര് എഴുതേണ്ടതുണ്ട്. കൊല്ലം കർമ്മലിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ കുട്ടിയാണ് ജോസ്. മാതാപിതാക്കൾ ആരെന്ന് അവന് വ്യക്തമല്ല. കൂടെയുള്ള കുട്ടികൾ അവരുടെ സുഖസൗകര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴും തനിക്ക് ലഭിക്കാതെ പോയ ഭാഗ്യനിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് അവൻ സങ്കടപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫാദർ ഫ്രാൻസിസ് അവനെ തിരിച്ചറിഞ്ഞ് അവനാവശ്യമായ സ്നേഹവും പരിചരണവും നൽകുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവന് ആവശ്യമായ പ്രചോദനം നൽകുന്നതോടൊപ്പം ഫാദർ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഫാദർ ഫ്രാൻസിസിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. മഹത്വപൂർണമായ പ്രവൃത്തിയുടെ തെളിഞ്ഞ രൂപമാണ് ഫാദർ